നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഏപ്രിൽ 14 സൂര്യൻ മീനം രാശിയിൽ നിന്ന് പുറപ്പെട്ട് മേടം രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ദിവസം മേടം സംക്രാന്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മാറ്റം ഉണ്ടല്ലോ, 12 രാശികളിലും വിവിധ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചില രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് ചില വെല്ലുവിളികളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടേണ്ടി വരാം. അപ്പോൾ മേടം സൂര്യന്റെ ഉച്ചരാശിയായിട്ട് കണക്കാക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ രാശിയിൽ സൂര്യന്റെ ശക്തി ഗണ്യമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ചില രാശികളിൽ ജനിച്ചവർക്ക് വലിയ നേട്ടങ്ങൾ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സമ്പത്ത് വർദ്ധിക്കുകയും നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന ജോലികൾ വേഗത്തിൽ പൂർത്തിയാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നമുക്ക് ഓരോ രാശിഫലവും വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം മേടം രാശി. മേടം രാശിയും മേടം രാശിയിൽ ഉൾപ്പെട്ട ഓരോ നക്ഷത്രങ്ങൾക്കും ഈ സമയമുണ്ടല്ലോ, സൂര്യൻ ഉച്ചസ്ഥിതിയിലായത് കൊണ്ട് തന്നെ അതിന്റെ ശക്തി പരമാവധി വർദ്ധിച്ച നിലയിലായിരിക്കും. ഇതിന്റെ ഫലമായിട്ട് മേടം രാശിക്കാരുടെ ആത്മവിശ്വാസം ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും കൂടാതെ കഠിനാധ്വാനത്തിന് യഥാർത്ഥ ഫലം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. ഈ സമയത്ത് നിങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് വളരെ അനുകൂലമായിരിക്കും, കാരണം വിജയസാധ്യത കൂടുതലാണ്. സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. അടുത്തത് ഇടവൻ രാശി. ഈ സമയത്തുണ്ടല്ലോ, ഇടവൻ രാശിക്കാർക്ക് ചിലവുകളൊക്കെ നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ അത്യാവശ്യമാണ്. വീടിന് അകലെ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂല അവസരങ്ങളും അതുപോലെ തന്നെ വിജയം നേടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ സംഘർഷങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിച്ചിട്ട് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. അടുത്തത് മിഥുനരാശി. മിഥുനരാശിക്കാർക്കായിട്ട് സൂര്യദേവൻ മിഥുനത്തിൽ നിന്ന് 11 ഭാവത്തിലേക്ക് സംക്രമിക്കുന്നുണ്ട്. അപ്പോൾ 11 ഭാവം ലാഭഭാവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് അനുകൂല കാലഘട്ടമായിട്ടാണ് മാറുക. കരിയറിലും ബിസിനസ്സിലും മികച്ച നേട്ടങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. പുരോഗതിക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. കൂടാതെ സ്വഭാവത്തിലെ ആക്രമണ സ്വഭാവമൊക്കെ ഒഴിവാക്കിയിട്ട് വിനയത്തോടെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് കുറച്ചുകൂടി കൂടുതൽ ഗുണപരമായിരിക്കും. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്കായിട്ട് സൂര്യദേവൻ കർക്കിടകത്തിൽ നിന്ന് 10 ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. ഈ മാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ജോലിയിൽ പുരോഗതിയും നേട്ടങ്ങളും നേടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത 30 ദിവസങ്ങൾ വിജയത്തിലേക്കുള്ള വഴികൾ തുറക്കുന്ന നിർണായക കാലഘട്ടമായിട്ടും മാറും. ഈ സമയത്ത് നിങ്ങൾ വളരെ ശരിയായ രീതിയിൽ ഓരോ സമയവും ഉപയോഗിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഹങ്കാരമൊക്കെ ഒഴിവാക്കിയിട്ട് നെഗറ്റീവ് ചിന്തകൾ മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കാതെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ഗുണപരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്കായിട്ട് സൂര്യൻ 9 ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിലുണ്ടല്ലോ, ഭാഗ്യം അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവർക്ക് വിജയം കൈവരിക്കാം. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് മാറും. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം, എങ്കിലും ചില ചെലവുകൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ മതപരമായ പ്രവർത്തനങ്ങളിലേക്കുള്ള താല്പര്യം വർദ്ധിച്ചേക്കും. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യദേവൻ 8 ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ് കാണുന്നത്. സ്വന്തം ജന്മസ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വിജയ സാധ്യതയാണ് കാണുന്നത്. ഇത് ക്ഷമയും സഹനവും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടമായിരിക്കും അവർക്ക്. ഏതൊരു കാര്യത്തിലും അതിവേഗ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. അത് നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് നയിക്കുക. കൂടാതെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉൾപ്പെടെ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങളെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്.
അടുത്തത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്കായിട്ട് സൂര്യദേവൻ തുലാം രാശിയിൽ നിന്ന് 7ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത്. മേടത്തിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിലായിരിക്കുമ്പോൾ തുലാം രാശിയിൽ അദ്ദേഹം ദുർബലനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തില് തുലാം രാശിക്കാര് അവരുടെ ജോലികൾ ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ കാര്യങ്ങളൊന്നും നീട്ടിവെക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലും കുടുംബത്തിലും പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നത് ഗുണപരമായിരിക്കും. നെഗറ്റീവ് ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും അതുപോലെ തന്നെ ഒഴിവാക്കുന്നതും ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതും നല്ലതായിരിക്കും. അടുത്തത് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്കായിട്ട് സൂര്യൻ 6ാം ഭാവത്തിലാണ് സംക്രമിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് മത്സര പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിജയ സാധ്യത ഉയർന്നു കാണുന്നുണ്ട്. കോടതി കേസുകളിൽ അനുകൂലമായ പരിഹാരങ്ങൾ ഉണ്ടാവാനും ശത്രുക്കള് പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ഒരു സമയമായിരിക്കും നിങ്ങൾക്ക്. എന്നാൽ പണം കടം വാങ്ങുന്നതും മറ്റുള്ളവർക്ക് കടം നൽകുന്നതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ അടുത്ത ഒരു മാസത്തേക്ക് പുതിയ നിക്ഷേപങ്ങൾ ആരംഭിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തത് ധനുരാശി. ധനുരാശിക്കാർക്കായിട്ട് സൂര്യദേവൻ 5ാം ഭാവത്തിലൂടെയാണ് സംക്രമിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ധനുരാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ വിജയകരമായിട്ട് മുന്നേറുകയും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും കഴിയും. അടുത്ത 30 ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും. അതിനാൽ ഓരോ ദിവസവും സൂക്ഷ്മമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൽ വിജയം ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ കോപം നിയന്ത്രിക്കുകയും അഹങ്കാരം വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും. അടുത്തത് മകരം രാശി. മകരരാശിക്കാർക്കായിട്ട് സൂര്യദേവൻ 4ാം ഭാവത്തിലൂടെയാണ് സംക്രമിക്കുന്നത്. ഈ കാലയളവിൽ മുടങ്ങിക്കിടക്കുന്ന ജോലികൾക്ക് പുതിയ ഉണർവ് ലഭിക്കാനും സർക്കാർ ജോലികളിൽ വിജയ സാധ്യത ഉയരാനും കൂടാതെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ആത്മവിശ്വാസം വർദ്ധിക്കുകയും തൊഴിലില്ലാത്തവർക്ക് അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എന്നാൽ കുടുംബത്തിലെ അസ്വസ്ഥതകൾ വർദ്ധിക്കാതിരിക്കാൻ നിങ്ങൾ ഒരു പ്രത്യേക മുൻകരുതൽ എടുക്കുന്നതും വളരെ നല്ലതാണ്. അടുത്തത് കുംഭരാശി. കുംഭരാശിക്കാർക്കായിട്ട് സൂര്യൻ 3ാം ഭാവത്തിലൂടെയാണ് സംക്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജോലികൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജോലി മാറ്റം പരിഗണിക്കുന്നവർക്ക് വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താനാകും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നില കൂടുതൽ ശക്തിപ്പെടുത്താനും എന്നാൽ കോപമൊക്കെ നിയന്ത്രിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ സഹിഷ്ണുത പാലിക്കുക. കൂടാതെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക. അവസാനമായിട്ട് മീനം രാശിയാണ്. മീനം രാശിക്കാർക്ക് സൂര്യദേവൻ 2ാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിലെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വത്ത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത 30 ദിവസങ്ങൾ നിർണായകമായിട്ടായിരിക്കും മാറുക. സാമ്പത്തിക നില ശക്തിപ്പെടുകയും ബഹുമാനവും അംഗീകാരവും ലഭിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും. എന്നാൽ സംസാരത്തിലെ അഹങ്കാരം ഒഴിവാക്കുകയും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ കഠിനമായ ഭാഷ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്.